ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറേ ആയി ഒരു ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് ഞാൻ കരുതി ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് വരാമെന്ന്. ഇന്ന് എൻ്റെ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് വീഡിയോ ആണ്. ഇപ്പോൾ എനിക്ക് 38 വീക്സ് ആയി. അപ്പോൾ ഡെലിവറിക്ക് അധികം സമയമില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് പാക്ക് ചെയ്ത് തുടങ്ങണം, ഇല്ലെങ്കിൽ എല്ലാം കൂടെ വലിച്ചു വാരി എടുത്തുകൊണ്ട് പോകേണ്ടി വരും. ഞാനൊരു 32 വീക്സൊക്കെ ആയപ്പോൾ തന്നെ ബേബിക്കും എനിക്കും വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് പാക്ക് ചെയ്ത് ഞാൻ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നതെന്നൊക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് കരുതി. എൻ്റെ ഫസ്റ്റ് ഡെലിവറി ആയതുകൊണ്ട് തന്നെ ഞാൻ എന്തൊക്കെയാണ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ളത് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം. നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ നേരത്ത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും അത്. പിന്നെ അതേപോലെ ഞാൻ അതിൽ ആഡ് ചെയ്യാത്ത 3 സാധനങ്ങളുണ്ട്. വാട്ടർ ബോട്ടിൽ, പിന്നെ ചാർജർ, അതേപോലെ തന്നെ ഹോം കമ്മിങ് ഡ്രസ്സ്. ഇത് 3 സാധനങ്ങളും ഞാൻ എടുക്കുന്നില്ല. ബേബിയുടെയും കൂടെ കൂട്ടിയായിട്ടൊന്ന് ആദ്യം കാണിച്ചേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇങ്ങനെയാണ് ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുള്ളത്. ഇതെല്ലാം ഓപ്പൺ ചെയ്ത് എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് എല്ലാം കാണിച്ചിട്ട് നമുക്ക് പാക്ക് ചെയ്യാം. ഇതൊരു ട്രാവൽ ഓർഗനൈസറാണ് 7-in-1 വരുന്നത്. ഞാൻ മീഷോ നിന്നാണ് കേട്ടോ വാങ്ങിയത്. ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതുപോലൊരു ഓർഗനൈസർ വാങ്ങാൻ പറ്റുവാണെങ്കിൽ അത്ര നല്ലത്. കാരണം നമ്മുടെയും ബേബിയുടെയും ഡ്രസ്സൊന്നും മാറിപ്പോകത്തില്ല. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല. ഇതെല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തന്നിട്ട് എനിക്ക് ഈ ബാഗിലോട്ട് എല്ലാം ആക്കി വെക്കാനുള്ളതാണ്. ഈ ഒരു ബാഗിലാണ് നമ്മളെല്ലാം കൊള്ളിക്കേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ഈ അറ്റത്തുനിന്ന് തുടങ്ങാം. ഇതൊരു ബേബി കാരിയർ ആണ്. ഇത് ഞാൻ മീഷോന്ന് തന്നെയാണ് വാങ്ങിയത്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗിൽ എന്തായാലും മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ്. അടുത്തത് വന്നിട്ട് ഈ പില്ലോയാണ്. ഇതൊരു ഫീഡിങ് പില്ലോയാണ്. ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നമുക്ക് മര്യാദക്കൊക്കെ ഒന്ന് ഇരുന്ന് ഫീഡ് ചെയ്യാനൊക്കെ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എന്തായാലും ഇതൊരു യൂസ്ഫുൾ ഐറ്റം തന്നെയാണ്. ഇതും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കണേ. ബേബിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ഹോസ്പിറ്റലിലോട്ട് എടുത്തേക്കുന്നത് നോക്കാം. ഈ ട്രാവൽ ഓർഗനൈസറിൽ ഇതേപോലെ നെറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഉള്ളിൽ എന്തൊക്കെയാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ പറ്റും. ഇത് ബേബിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. ഫസ്റ്റ് തന്നെ വരുന്നത് 3 ഫേസ് ടവലാണ്. ഇതെന്തായാലും വേണ്ടി വരും. കാരണം നമ്മൾ തുടയ്ക്കുകയാണല്ലോ ചെയ്യാറ് ബേബിയുടെ സ്കിൻ. അപ്പോൾ എന്തായാലും കയ്യിൽ കരുതുക. അടുത്തത് വന്നിട്ട് ബർപ്പിംഗ് ക്ലോത്ത് ആണ്. അതും ഞാനൊരു 3 എടുക്കുന്നുള്ളൂ. ഇനി ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ അടുത്ത് തന്നെ ആയതുകൊണ്ട് വീട്ടിൽ വന്ന് സാധനങ്ങൾ എടുക്കാമെന്ന് ഞാൻ കരുതുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ഒരു 4-5 വെക്കുക. ബർപ്പിംഗ് ക്ലോത്ത് എപ്പോഴും ഇതേപോലെ നീട്ടുള്ളത് വാങ്ങാൻ ശ്രദ്ധിക്കുക. ഫേസ് ടവൽ കൂടുതൽ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അടുത്തായിട്ട് വരുന്നത് ഈ ഒരു ക്യാപ്പാണ്. ഞാനിത് 3 സെറ്റായിട്ടാണ് വാങ്ങിയേക്കണേ. ഇത് വരുന്നത് ക്യാപ്പ്, മിറ്റൻസ്, ബുട്ടീസ് അങ്ങനെയാണ് വരുന്നത്. ഇതൊരു 2 സെറ്റെങ്കിലും നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം. അടുത്തായിട്ട് ഞാൻ എടുത്ത് വെക്കുന്നത് ഹാഫ് റോംബറാണ്. ഇത് ഞാൻ 2 എടുത്ത് വെക്കുന്നുള്ളൂ. അടുത്തത് ഞാൻ എടുത്ത് വെക്കുന്നത് ബട്ടൺ ജബ്ലാസ് ആണ്. ഇത് മസ്ലിൻ ക്ലോത്തിലാണ് വരുന്നത്. ഇത് ഞാൻ 2 എടുത്ത് വെക്കുന്നുള്ളൂ. പിന്നെ ഞാൻ എടുത്തത് ഈ ക്ലോത്ത് ഡയപ്പറാണ്. ഇതൊരു സെറ്റ് ഓഫ് 5 വരുന്നതാണ്. ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. മാക്സിമം എന്തായാലും ഞാൻ ഡയപ്പർ യൂസ് ചെയ്യാൻ നോക്കുകയുള്ളൂ. എന്നാലും എന്തെങ്കിലും ഡയപ്പർ ഫ്രീ ആയിട്ടൊക്കെ വേണമെങ്കിൽ ആ ടൈമിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഏറ്റവും ഫസ്റ്റ് കാണിക്കേണ്ട സാധനമാണ് ഞാനിപ്പോൾ ലാസ്റ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഫുൾ റോംബറാണ്. ഇത് ന്യൂ ബോണിനൊക്കെ പറ്റിയ ടൈപ്പും ആ സൈസിലുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബാഗിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത ബാഗിൽ നമ്മൾ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഇതെല്ലാം എപ്പോഴും സെപ്പറേറ്റ് വെക്കുന്നതാണ് നല്ലത്. ബ്ലാങ്കറ്റൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനമാണല്ലോ. അതുമാത്രമല്ല എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റാത്ത ടൈമിൽ അമ്മയോ ഇല്ലെങ്കിൽ ഹസ്ബൻഡ് ആരെങ്കിലും വന്ന് എടുക്കുവാണെങ്കിൽ അവർക്ക് ഇത്രയും കൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഈ ബാഗിൽ ഞാൻ ഫസ്റ്റ് തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന റിസീവിങ് ടവലാണ്. നമുക്ക് ആദ്യം അതാണല്ലോ ബേബിക്ക് വേണ്ടത്. അതുകൊണ്ട് അത് തന്നെ എടുത്ത് വെക്കാമെന്ന് കരുതി. ഇതിൽ ഞാൻ 3 റിസീവിങ് ടവലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ബാത്ത് ടവലാണ്. അതൊരു 3 എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും മസ്ലിൻ ക്ലോത്തിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഞാൻ എടുത്തത് 2 ബ്ലാങ്കറ്റാണ്. ഇതൊന്ന് മസ്ലിനിലും വരുന്നത്, പിന്നെ ഒന്ന് ഒരു സോഫ്റ്റ് മെറ്റീരിയലിലും വരുന്നതാണ്. പിന്നെ ഞാൻ എടുത്തത് 2 ഡ്രൈ ഷീറ്റാണ്. ഇതും നമുക്ക് മസ്റ്റ് ഹാവ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ്. ഇനി ഇതെല്ലാം പഴയ പോലെ തന്നെ എടുത്ത് വെക്കാം. അപ്പോൾ ഇതിൽ ഞാൻ 2 ഡ്രൈ ഷീറ്റ്, 2 ബ്ലാങ്കറ്റ്, അതേപോലെ 3 സ്വാഡിൽ, 3 ബാത്ത് ടവൽ അങ്ങനെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ അതവിടെ കഴിഞ്ഞു. അടുത്ത ഞാൻ എടുത്തേക്കുന്നത് ബേബിക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. ഇതെല്ലാം ഞാൻ ഇതേപോലെ തന്നെ ബാഗിലാക്കിയാണ് വെച്ചിട്ടുള്ളത്. ഇതിലെന്തൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ വരുന്നത് ഒരു നെയിൽ ട്രിമ്മറാണ്. ഇതെന്തായാലും നമുക്ക് ന്യൂ ബോണിന് ആവശ്യമാണ്. ബേബി പുറത്തോട്ട് വരുമ്പോൾ കയ്യിൽ എന്തോരം നെയിലുണ്ടോ അത് നമുക്ക് അപ്പം തന്നെ വെട്ടി ഹോസ്പിറ്റലിൽ നിന്ന് കളയേണ്ടി വരും. അടുത്തൊരു ഡൈപ്പർ ക്രീമാണ്. ഇത് ബ്രാൻഡ് വന്നിട്ട് ടെഡി ബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഏറ്റവും കൂടുതലും ഡോക്ടേഴ്സ് അതാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഞാൻ അതുകൊണ്ടാണ് അത് വാങ്ങിച്ചത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മദർ സ്പർശിൻ്റെ പ്യുവർ വാട്ടറിൽ വരുന്ന ഒരു വൈപ്സ് ആണ്.
ഇതും അത്യാവശ്യം നല്ല റിവ്യൂ ഒക്കെ കണ്ട് തന്നെയാണ് ഞാൻ വാങ്ങിയത്. പിന്നെ സെറ്റാഫിലിൻ്റെ ഒരു ഡെയിലി മോയ്സ്ചറൈസർ വാങ്ങിയിട്ടുണ്ട്. ഇതിൽ ഞാൻ ബോഡി വാഷ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. കാരണം നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണല്ലോ ബേബിനെ കുളിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ട് അതെടുക്കുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് ഡയപ്പേഴ്സ് എടുക്കുന്നുണ്ട്. ന്യൂ ബോൺ സൈസിലാണ് വരുന്നത്. ഇത് പാമ്പേഴ്സ് ആണ്. ഇത്രയും ഡയപ്പേഴ്സ് എടുക്കണമെന്ന് ചോദിച്ചാൽ വേണ്ട. പക്ഷെ എന്നാലും ഞാൻ കയ്യിൽ കരുതിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതിയാവും. ഇനി എല്ലാം ഇതിലോട്ട് തിരിച്ചു വെക്കാം. ഞാൻ പിന്നെ ഇതിൽ കാണിക്കാത്തൊരു സാധനമുണ്ട്, നിപ്പിൾ ക്രീം. അത് നിങ്ങൾ എന്തായാലും വാങ്ങിച്ചു വെക്കുക. എപ്പോഴാണോ നമ്മൾ ഫീഡിങ് തുടങ്ങുന്നത് അപ്പോൾ തന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരത്തെ കെയർ ചെയ്യാം എല്ലാം. അപ്പോൾ അതെല്ലാം തിരിച്ച് നമ്മൾ ഇതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത് എടുക്കുന്നത് എൻ്റെ ബാഗാണ്. ഇതിൽ ഞാനൊന്നും പുറത്തോട്ട് എടുത്ത് അധികം കാണിക്കുന്നില്ല. ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളതെന്ന്. ഞാൻ 4 ഫീഡിംഗ് ബ്രാ എടുത്തിട്ടുണ്ട്. അതേപോലെ 3 പാൻറ്റീസ് എടുത്തിട്ടുണ്ട്. ഒരു ഫേസ് ടവൽ എടുത്തിട്ടുണ്ട്. ഒരു ഫ്രണ്ട് ഓപ്പൺ നൈറ്റി എടുത്തിട്ടുണ്ട്. 3 ഫീഡിംഗ് നൈറ്റീസും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹെവി സോക്സ് എടുത്തിട്ടുണ്ട്. ഒന്നല്ല 2 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള എൻ്റേത്. ഞാൻ വാങ്ങിയ ഫീഡിംഗ് നൈറ്റിയുടെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അങ്ങനെ അത് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ. അടുത്തായിട്ട് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗിൽ എന്തായാലും വേണ്ട 2 സാധനങ്ങളാണ്. 2 അല്ല, അതിൽ കൂടുതലുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ വരുന്നത് ഒരു ഡിസ്പോസിബിൾ പാൻറ്റീസാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പാക്ക് ഓഫ് 5 വരുന്ന പാഡും വാങ്ങിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കോംബോയിലാണ് വരുന്നത്. ഇത് നമുക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇതിൽ കൂളിംഗ് പാഡ് വെക്കുന്നവർക്ക് അങ്ങനെ വെക്കാം. ഞാനിവിടെ അത് എടുക്കുന്നില്ല. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വിസ്പറിൻ്റെ ഒരു പാഡും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതെൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് ഞാനത് എടുക്കുന്നു. അടുത്തായിട്ട് എടുക്കുന്നത് ബ്രസ്റ്റ് പാഡാണ്. ഇത് ലവ് ലാപ്പിൻ്റെയാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പോസ്റ്റ്പാർട്ടം ആഫ്റ്റർ കെയർ എന്നുള്ള രീതിയിൽ നിങ്ങൾ വജൈനൽ ബർത്ത് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വേണ്ട ഒരു ബോട്ടിലാണിത്. ഇത് പേരി ബോട്ടിൽ എന്ന് പറയും. മീഷോയിൽ അത്യാവശ്യം നല്ല റേറ്റ് കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിയത്. ജസ്റ്റ് എന്തോ 170 റുപ്പീസോ അത്രയും എങ്ങാണ്ടൊക്കെ ഉള്ളൂ. എന്തായാലും നമ്മുടെ കയ്യിൽ മസ്റ്റായിട്ടും വേണ്ട ഒരു കാര്യം തന്നെയാണിത്. ഇതിൻ്റെ കൂടെ 4 ടൈപ്പ് നോസിൽസ് ആണ് വരുന്നത്. നമുക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പോസ്റ്റ്പാർട്ടം കെയറിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ നമുക്ക് 2 ഐറ്റം കൂടെ ആഡ് ചെയ്യാൻ പറ്റും. കൂളിംഗ് പാഡ് അതേപോലെ ഫോം. ഇത് രണ്ടും നമുക്ക് എടുക്കാം. ഞാൻ അത് രണ്ടും ഇവിടെ എടുക്കുന്നില്ല. അടുത്തായിട്ട് ഞാൻ എടുക്കുന്നത് സ്ലിപ്പറാണ് ഹോസ്പിറ്റലിൻ്റെ അകത്ത് ഇടാൻ വേണ്ടിയിട്ട്. അടുത്തായിട്ട് ഞാൻ എടുക്കുന്നത് ടോയ്ലറ്ററി കിറ്റ്സ് ആണ്. ഇതെന്തായാലും നമുക്ക് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ ആഡ് ചെയ്യാം. ഞാനിതിൽ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ പേസ്റ്റ്, ബ്രഷ്, അതേപോലെ കോംബ്, പിന്നെ ബണ്ണ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, ഫേസ് വാഷ്. ഇനി ഇതിലോട്ട് എനിക്ക് ഷാമ്പുവും കണ്ടീഷണറും എടുത്ത് വെക്കാനുണ്ട്. ഡെലിവറി കഴിഞ്ഞ് നമ്മളോട് കുളിക്കാൻ പറയുമ്പോൾ നമുക്ക് എന്തായാലും ഹെയർ വാഷ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനതെടുത്തത്. പിന്നെ ഇതേപോലെ ഒരു ബോട്ടിലും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഈ ബാഗിലോട്ട് വയ്ക്കാം. ഞാൻ ഈ ബാഗാണ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇതെല്ലാം അതിൽ കയറുമെന്ന്. ഫസ്റ്റ് നമുക്ക് വെച്ച് നോക്കാം. എന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി ബേബിക്ക് വേണ്ടിയിട്ട് ഒരു ബാഗും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് വെക്കാം സ്ഥലമില്ലെങ്കിൽ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സാധനങ്ങളല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ അഡീഷണൽ ആയിട്ടൊക്കെ വെക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അതേപോലെ എടുത്ത് വെക്കുക. എനിക്ക് ഇത്രയും മതിയെന്നാണ് എൻ്റെ ഒരു. ഇനി നമുക്ക് എന്തെങ്കിലും വേണമെങ്കിലും എടുക്കാൻ എളുപ്പമാണ്. കാരണം വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഹോസ്പിറ്റൽ. അതുകൊണ്ട് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ അപ്പം തന്നെ എടുപ്പിക്കാം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുക്കുന്നത്. ഇതിൽ ഞാൻ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും എടുക്കുന്നില്ല കേട്ടോ. കുറേ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ എടുക്കുന്നത്. ഇത് നമുക്കും നല്ലതല്ല, അതേപോലെ നമ്മുടെ ബേബിക്കും നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഞാനതൊന്നും എടുക്കുന്നില്ല. ഇനി അഥവാ നിങ്ങൾക്ക് അതെല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് വെക്കാവുന്നതാണ് കേട്ടോ. ഞാൻ എടുത്ത് വെച്ചില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് വെക്കാണ്ടിരിക്കണ്ട. പിന്നെ ഞാനിതിൽ ബ്ലാങ്കറ്റ് ഒന്നും എടുക്കുന്നില്ല. ഇതെല്ലാം എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് നിങ്ങൾ പോകുന്ന ഹോസ്പിറ്റൽ എങ്ങനെയാണോ അതേപോലെയൊക്കെ നോക്കിയിട്ട് കുറച്ചും കൂടെ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ്, ഈ പ്രഗ്നൻസിയിൽ കഴിക്കുന്ന മെഡിസിൻസ് എന്തായാലും കയ്യിലെടുക്കാൻ നോക്കുക. പിന്നെ നമ്മുടെ ഫയൽസ്, അതേപോലെ തന്നെ ചാർജറും എടുക്കാൻ മറക്കരുത്. അങ്ങനെ ഞാൻ വിചാരിച്ച പോലെ തന്നെ ആ ബാഗിൽ ഇതൊന്നും കയറുന്നില്ല. അപ്പം എന്തെങ്കിലും ഒരു സാധനം നമുക്ക് മാറ്റിയേ മതിയാവൂ. ഞാൻ വിചാരിച്ചു ബേബിയുടെ പ്രോഡക്ട്സ്, ബേബിയുടെ ഒരു ബാഗ് ഉണ്ട്, ചെറിയ ഒരു ഡയപ്പർ ബാഗ്, നമുക്ക് അതിലോട്ട് മാറ്റാം. ഇതാണ് ഞാൻ പറഞ്ഞ ഡയപ്പർ ബാഗ്. ഞാനിത് വാങ്ങിയത് ലെനാര എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ്.
എനിക്ക് ഇങ്ങനത്തെ ബാഗ് ഇടാനാണ് കൂടുതൽ ഇഷ്ടം. ഈ ബാക്ക് പാക്ക് ഒക്കെ ഇട്ട് അങ്ങനത്തെ ഡയപ്പർ ബാഗിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വാങ്ങിയത്. ഇത് നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടുള്ളത് എൻ്റെ ഹോസ്പിറ്റൽ ബാഗിലേക്ക്. ഇതേപോലെ പാക്കൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും പെയിൻ വന്നാൽ നമുക്ക് എടുത്തുകൊണ്ട് ഓടാം. ഇപ്പം ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ബാഗിലേക്ക് എടുത്തിട്ടുള്ളത്. ഇതിലെന്തെങ്കിലുമൊക്കെ ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം. ബൈ.